വയനാട്ടിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നിട്ടുണ്ട്. അതെ സുജയ, വയനാട്ടിൽ ഇപ്പോൾ 64.54%. കഴിഞ്ഞ തവണ 73% പോൾ ചെയ്തെടുത്തതാണ്. ശതമാനത്തിന്റെ കുറവാണ്. അതായത് ഇപ്പോൾ 90,000 അല്ലെ 9,80,000 വോട്ടർമാരാണ്. അപ്പൊ 10 ലക്ഷം പേരാണ് പരമാവധി വരിക. 10 ലക്ഷം പേര് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷം പേര് പോൾ ചെയ്തപ്പോഴാണ് ഈ പറയുന്ന 3,65,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. 10,53,000 കണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. അതെ 2024 10,84,000 പേര് വോട്ട് ചെയ്തപ്പോഴാണ് 3,60,000 കിട്ടി. ഇപ്പൊ നോക്കൂ, 9,50,000 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 1,30,000 കുറവ്. 1,30,000 പോട്ടെ, 1 ലക്ഷം എന്ന് കൂട്ടുക. 1 ലക്ഷം വോട്ടർമാർ അവിടെ കുറയുന്നു എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ അതേപടി നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയിൽ നിന്ന് കുറച്ചാൽ 3,61,000 എന്നുള്ളത് 2,61,000 ആവും. അതായത് 3 ലക്ഷത്തിൽ താഴെയാണ് ഭൂരിപക്ഷം. 3 ലക്ഷത്തിൽ താഴെയാണ്. ഏറെക്കുറെ ഉറപ്പിക്കാം. 1 ലക്ഷം വോട്ട് കുറയുമ്പോൾ ആ 1 ലക്ഷം വോട്ടും പ്രിയങ്ക ഗാന്ധിക്കാണ് കുറയുക എന്ന് നമ്മൾ മുൻവിധിയോടുകൂടി കാണുന്നില്ല. അപ്പോഴും ഈ പറയുന്ന 3-3.4 ലക്ഷം വരെയൊക്കെ വരാം. വേണമെങ്കിൽ 3 ക്രോസ് ചെയ്യാം. അതായത് ഫ്രഷ് റെക്കോർഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. 4,31,000 എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിരിക്കും എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതായത് നമ്മൾ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണിട്ടുണ്ടെങ്കിൽ 2,70,75,000 വോട്ടുകൾ സത്യൻ മൊകേരി വയനാട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ടെങ്കിൽ 3,70,75,000 വോട്ട് ആ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന 9,50,000 നിന്ന് ഇനി അവശേഷിക്കുന്നത് 5,80,000 വോട്ടുകളായിരിക്കും. അങ്ങനെ വെച്ച് നോക്കിയാൽ 3 ലക്ഷത്തിൽ താഴെ മാത്രമായിരിക്കും ഭൂരിപക്ഷം വരിക. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 11.5 ലക്ഷം പോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമാണ് ഏതാണ്ട് 5-5.5-6 ലക്ഷത്തിന് അടുപ്പിച്ച് ഭൂരിപക്ഷം. വേറൊരു കണക്ക് കൂടിയുണ്ട്. അതായത് 5 ലക്ഷം എന്ന പ്രിയങ്ക തരംഗത്തിന്റെ ആനുകൂല്യം ഇത്തവണ കിട്ടില്ല. ഫീമെയിൽ വോട്ട്സ് ആകെയുള്ളത് 7,46,684 അതിൽ 4,96,719 പോൾ ചെയ്തിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധിക്ക് ഏറെക്കുറെ കിട്ടുമോ അതോ നവ്യ കുറച്ചുകൂടി പിടിക്കുമോ? കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കുമ്പോൾ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് വേഴ്സസ് 2 മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വേഴ്സസ് 1 മെയിൽ കാൻഡിഡേറ്റ്. അപ്പോൾ ഈ ഫീമെയിൽ വോട്ട്സ് ടോട്ടൽ വോട്ട്സ് പോൾഡ് എന്ന് പറയുന്നത് 4,96,719. നോക്കൂ, അപ്പോഴും ഏറനാടാണ് മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 70% ഏറനാട് പോൾ ചെയ്യിപ്പിച്ചു. 69.39% നമുക്കൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അലി അക്ബർ ഷായും ദീപക് മോഹനും മുബഷിപ്പി അക്ബറും ഉണ്ട്. നമുക്ക് അലി അക്ബർ ഷായിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകാം. അലി അക്ബർ ഷാ, ദീപക് മോഹൻ, ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച എന്താണ്? ഏതെങ്കിലും ബൂത്തിൽ ഇപ്പോൾ പോളിംഗ് ഉണ്ടോ? അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ ഏകദേശം 5:30 തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്ത് ഉൾപ്പെടെ ഈ വയനാട്ടിലെ പല ബൂത്തുകളും കാലിയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം വലിയൊരു ഒഴുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു 3 മുന്നണികളും ഉണ്ടായിരുന്നത്. കാരണം രാവിലെ 10 മണിയോടുകൂടി തന്നെ ഏകദേശം ദൃശ്യം വ്യക്തമായിരുന്നു കാര്യമായ പോളിംഗിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ വോട്ടർമാരെത്തുമെന്നൊരു പ്രതീക്ഷ 3 മുന്നണികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 168 നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്തിൽ 5:30 തൊട്ട് ഞാൻ പറയുന്നത് ഞാൻ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. അതാണ് ഏകദേശം സാഹചര്യം. നമ്മൾ പറയുമ്പോൾ ഈ 3 മുന്നണികളും പ്രചാരണത്തിൽ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഈ പൊതുയോഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ കാര്യമായൊരു വർക്ക് നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാന ഫാക്ടർ ഈ പോളിംഗ് കുറഞ്ഞതിൽ ദുരന്തം തന്നെയാണ്. സ്വാഭാവികമായും ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്ത് ഉൾപ്പെടെ 3 ബൂത്തുകളാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്നത്. അവിടേക്ക് എത്തിയ ആളുകളുടെ എണ്ണം തുലവും കുറവായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ആളുകൾ എത്തിയില്ല. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ ജനങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും എടുത്തു പറയേണ്ടത് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, UDFന്റെ അവകാശവാദം എന്ന് പറയുന്നത് 5 ലക്ഷം കടന്ന ഭൂരിപക്ഷം, അതിലേക്ക് എത്താനുള്ള സാധ്യത എവിടെയും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. ഇനി 23-ന് റിസൾട്ട് വരുന്നത് വരെ സ്വാഭാവികമായും തങ്ങളുടെ വോട്ടല്ല പോളിംഗ് അല്ല കുറഞ്ഞത് എന്ന വിധത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നേക്കാം. പക്ഷേ 23-ന് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുമായി 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ നിരവധി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ ഇലക്ഷന്റെ സമയത്ത് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും ഈ മുന്നണികളുടെ ഭാഗത്തു നിന്നും നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ പ്രവർത്തനം പോലും കാര്യമായി നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തില്ല ഇത്തവണത്തെ പോളിംഗ് എന്നത് ഏകദേശം ഉച്ചയോടുകൂടി വ്യക്തമായിരുന്നു. ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് ഏത് നിലയിലായിരിക്കും മുന്നണികളെ ബാധിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 1 വോട്ടെങ്കിലും കൂടുതൽ നേടാൻ സാധിച്ചാൽ
വിജയിച്ചാൽ അത് നവ്യയുടെ നേട്ടമായി തന്നെ കണക്കാക്കപ്പെടും. ആ ആത്മവിശ്വാസം ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനുള്ള സാധ്യത തുലവും കുറവാണ്. ഇവിടുത്തെ ജയപരാജയങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഏകദേശം UDF ഉറപ്പിച്ചതുപോലെ തന്നെയാണ്. ഉറപ്പിച്ച് അവർ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷത്തിലെ ഈ ഇടിവ് അത് വലിയൊരു തിരിച്ചടിയാകും മുന്നണിക്ക് എന്നത്. വോട്ടർ ടേൺഔട്ടിലെ ഇടിവ് ഭൂരിപക്ഷത്തിലുള്ള ഇടിവായി മാറുമോ എന്ന ആശങ്കയിലാണ് UDF ക്യാമ്പുള്ളത്. 5 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ 3 ലക്ഷത്തിൽ താഴെ അഥവാ 3 ലക്ഷത്തോടടുപ്പിച്ച് ഒന്നുകിൽ 3 ലക്ഷം 3,10,000 വരെ 10,000 വരെ പരമാവധി വോട്ട് നമ്മൾ കഴിഞ്ഞിടത്തെ വോട്ടിംഗ് പാറ്റേൺ അതേപടി ഇത്തവണ തുടരുകയാണെങ്കിൽ ഉണ്ടാവും. എന്നാൽ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമേ, ഇപ്പൊ 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പം വോട്ടർ ടേൺഔട്ട് എത്രയാണ്? 79%. 2024 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വോട്ടർ ടേൺഔട്ട് എത്രയാണ്? 73%. 6% കുറഞ്ഞു. 6% കുറഞ്ഞു. 19 79 ആയിരുന്നത് 2024 വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും കുറഞ്ഞിട്ട് 73 ആവുന്നു. ആനിരാജയുടെ വോട്ട് കൂടുന്നു. ആനിരാജയുടെ വോട്ട് വർദ്ധിക്കുന്നു. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഈ 73 നിന്ന് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന കണക്കനുസരിച്ച് 66 വരെ വരാം. 66 വരെയൊക്കെ വന്നാൽ പിന്നെയും കുറയുകയാണ്. എത്രയാണ് കുറയുന്നത്? 7% കുറവ്. അപ്പം 2019 നിന്ന് 2024 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ മൊത്തം കുറയുന്നത് എത്രയാണ്? 13% വോട്ടാണ് കുറയുന്നത്.